പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും മുന്നണികൾക്ക് പ്രവചനം അസാധ്യമാകുന്ന ജില്ലയാണ് ഇത്തവണ കോഴിക്കോട്. കഴിഞ്ഞ തവണ 13-ൽ 10 വിജയിച്ച ഇടതുമുന്നണി പല മണ്ഡലങ്ങളിലും അപ്രതീക്ഷിത മത്സരങ്ങളാണ് നേരിടുന്നത്. 5 പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പിന്റെ പതിവ് രീതി വിട്ടാണ് ഇത്തവണ കോഴിക്കോട്ടെ അംഗം. 13-ൽ ഇരു മുന്നണികളും അട്ടിമറികൾ പ്രതീക്ഷിക്കുന്നു. LDF അനായാസമെന്ന് കരുതിയ സീറ്റുകളിൽ പ്രചാരണത്തിൽ വെല്ലുവിളിച്ച് UDF മുന്നേറി. UDF സീറ്റുകളിൽ ഇടതിന്റെ മുന്നേറ്റവും. കുന്നമംഗലം, കൊയിലാണ്ടി, നാദാപുരം എന്നിവ UDFന്റെ കണക്കുകളിൽ അട്ടിമറി ഉറപ്പിക്കുന്നു. കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയുടെ പ്രചാരണത്തിന്റെ മുൻതൂക്കം UDFന്റെ സാധ്യതകളെ സജീവമാക്കുന്നു. സിറ്റിംഗ് സീറ്റുകളായ കോഴിക്കോട് സൗത്തും കൊടുവള്ളിയും തിരുവമ്പാടിയും നിലനിർത്തുമെന്നാണ് വലത് ക്യാമ്പിലെ കണക്കുകൾ. എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച 10-ന് പുറമെ 3ഇടത്തും ചെങ്കൊടി പാറിച്ച് സമ്പൂർണ്ണ ആധിപത്യമാണ് ഇടത് മനസ്സിൽ. ചതുഷ്കോണ മത്സരം നടക്കുന്ന വടകരയിൽ RMPയാകും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക. കുന്നമംഗലത്ത് BJPയുടെ സാന്നിധ്യം മുന്നണികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നു. ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രിയായ MK മുനീറിന് കോഴിക്കോട് സൗത്തിൽ കാര്യങ്ങൾ എളുപ്പമാകില്ല. കൊടുവള്ളിയിൽ ലീഗ് വിട്ട് ചെങ്കൊടി പിടിച്ച് വോട്ട് തേടുന്ന കാരാട്ട് റസാഖിന്റെ പരാജയത്തിനായി 18 അടവും ലീഗ് പയറ്റുന്നു. ഇടതിന്റെ ആധിപത്യത്തിനൊപ്പം കോൺഗ്രസ് തകർച്ച കണ്ട 2010 ആവർത്തിക്കുമോ? അതോ ഇടത് കോട്ടകൾക്ക് ഇളക്കം തട്ടി പഴയ പ്രതാപം UDF തിരിച്ചു പിടിക്കുമോ? ആർക്കും മനസ്സ് കൊടുക്കാതെയാണ് സാമൂതിരിയുടെ നാട് ബൂത്തിലേക്ക് നീങ്ങുന്നത്. ഷഫീഖ് തച്ചുപറമ്പൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.